വാക്കുകൾ അത് പാലിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നൽകുക. കാരണം ഒരു വാക്കിനാൽ മാത്രം നെയ്തുകൂട്ടിയ സ്വപ്നങ്ങൾ പലരുടെയും ഹൃദയത്തിൽ കുന്നോളം പർവ്വതം പോലെ ഉയരത്തിലെത്തിയിട്ടുണ്ടാകും. പാലിക്കാനാവാത്ത വാക്ക് ഒരാൾക്കും നൽകാതിരിക്കുക. മറ്റൊരാളുടെ കുടുംബം തകർക്കാൻ, മറ്റൊരുവന്റെ ഭാര്യയെ വശീകരിക്കാൻ പുറകെ നടക്കുന്ന സമയത്ത് അവൻ വിചാരിച്ചില്ല തന്റെ കുടുംബത്തെ നശിപ്പിക്കാൻ ഏതോരുവൻ പുറകെ കൂടിയിട്ടുണ്ട് എന്ന കാര്യം. വേറൊരാളുടെ ജീവിതം തകർക്കാൻ നമ്മൾ കാരണമായാൽ ഏതെങ്കിലും മനുഷ്യരെ കൊണ്ട് നമ്മുടെ ജീവിതവും പടച്ച തമ്പുരാൻ തകർത്ത് കളയും. കല്യാണമൊക്കെ കഴിച്ച് സ്വസ്ഥമായി ജീവിക്കുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് പോയി അവരുടെ സ്വൈര ജീവിതത്തെ തകർക്കുന്ന പിശാചുക്കളായി നമ്മൾ ഒരിക്കലും അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന കാര്യം നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും നീ മേടിച്ചു കൊടുത്ത ഭക്ഷണം, നീ അവർക്ക് വേണ്ടി ചിലവഴിച്ച പൈസ, അതാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന സദഖയെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പെൺമക്കളുള്ളവര് മാത്രമല്ലടോ സ്വർഗത്തില്. വാപ്പ മരണപ്പെട്ടിട്ട് യതീമായി വളർന്ന എത്രയോ സഹോദരന്മാരുണ്ട്. പ്രവാസ ലോകത്തോട്ട് കടന്നു ചെന്ന് വീട്ടിലുള്ള 2, 3, 4 സഹോദരിമാരെ കെട്ടിച്ചയക്കുവാൻ വേണ്ടി ജീവിതത്തിലെ ആസ്വാദനങ്ങളെ മറന്നുപോയവർ, ജീവിതത്തിൽ കൂട്ടുകാരുമൊത്ത് കറങ്ങി നടക്കേണ്ട, സന്തോഷിക്കേണ്ട, സുഖിക്കേണ്ട സമയങ്ങളെ മറന്നുപോയവർ, ജീവിതത്തിലെ സന്തോഷങ്ങളെ നഷ്ടപ്പെടുത്തിയവർ, എന്തിനു വേണ്ടി പിതാവ് ചെറുപ്പത്തിൽ മരണപ്പെട്ടു, വീടിന്റെ അകത്ത് തെരനിറഞ്ഞു നിൽക്കുന്ന 3, 4 സഹോദരിമാരെ കെട്ടിച്ചയക്കുവാൻ വേണ്ടി കടൽ കടന്നുപോയ ഞാൻ പ്രവാസികളോടൊക്കെ പരമാവധി പറയാറുണ്ട്, ആ പ്രസവ സമയത്ത് നിർണായകം എന്റെ ഭാര്യ എന്റെ കുട്ടിനെ പ്രസവിക്കുന്ന സമയത്ത് ഞാൻ അടുത്തില്ലെങ്കിൽ പിന്നെ ആരാ നിൽക്കും? അമ്മ ഉണ്ടായിട്ട് ഭർത്താവോ? അമ്മാന്റെ സ്ഥാനത്താണ്. അത് വേറൊരു ധൈര്യമാണ്. എന്റെ കൂടെ എന്നെ ഇഷ്ടപ്പെട്ട് എന്റേതായിട്ട് വന്ന എന്റെ പ്രിയപ്പെട്ട ഭാര്യ വീട്ടിലുണ്ടാവും. ആ ഭാര്യക്കും പല കാര്യങ്ങളും സംസാരിക്കാനുണ്ടാവും. ആ സംസാരിക്കാൻ എനിക്ക് സമയമില്ല. അതിപ്പോ ഓള് ഒന്നും എന്റെ ഭാര്യ തന്നെയല്ല, നാളെ പറഞ്ഞാലും പോരെ. നാളെ ഇത് തന്നെയാണ് അവസ്ഥ. സംസാരിക്കാൻ സമയമില്ല. ഈ മക്കളുടെ കാര്യം ആലോചിച്ച് നോക്കി. എന്റെ വലിയ മോനെ ഒരിക്കലും സ്കൂളിൽ മീറ്റിംഗ് ഉണ്ടായി. എനിക്ക് വേറെ ക്ലാസ് ഉണ്ട്. അപ്പൊ 2ാമത് മാറ്റി നിശ്ചയിച്ച മീറ്റിംഗ് എനിക്ക് വരാൻ പറ്റൂല. ഇത് അവന്റെ ഉമ്മ ഒരു മരണം എന്റെ ഭാര്യയായിട്ട് വരും. എന്റെ ഭാര്യ അവനോട് പറഞ്ഞു, പാപ്പാക്ക് വരാൻ കഴിയില്ലടാന്ന് പറഞ്ഞു. അപ്പൊ ഈ ചങ്ങാതി എന്താ പറഞ്ഞത് പറയും, എന്നാ തിരക്കില്ലാത്തൊരു വാപ്പാനെ വാങ്ങിത്തരാൻ പറയുന്നത് പറഞ്ഞു. അതായത് ഒരു 6 വയസ്സുകാരന്റെ സങ്കടമുണ്ട്, ദേഷ്യമുണ്ട്, എല്ലാണ്ടതില് നമ്മുടെ കുട്ടികൾക്ക് ഒരു വിഷയം വരും, അതിന് അവൈലബിൾ ആവാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാ നമുക്ക് കച്ചവടം? എന്റെ ഭാര്യന്, ഞാനും എന്റെ ഭാര്യയും തമ്മിൽ സന്തോഷത്തിൽ അങ്ങനെ ഗർഭിണിയായിട്ട് അത് ഈ പറയുന്ന ദുശീലം നിനക്കുണ്ടോ? ഈ പറയുന്ന മോശമായ സ്വഭാവം നിനക്കുണ്ടോ? പൊന്നു പെങ്ങളെ തിരുത്തിക്കോ, പൊന്നുമോളെ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, ആ പെണ്ണാരെന്നറിയുവോ? ആ പെണ്ണാരെന്നറിയുവോ? ഭർത്താവിനെ വേദനിപ്പിക്കുന്ന പെണ്ണാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും. ഒരു മനുഷ്യനും ഗൾഫ് കാടിൽ കിടന്ന് കഷ്ടപ്പെടുന്ന പ്രവാസികളുടെ അവസ്ഥ എന്താണെന്ന് സത്യം പറഞ്ഞ അപ്പോഴാണ് മനസ്സിലായത്. പണ്ടൊക്കെ ഗൾഫിൽ പോകുന്ന കഥകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും ആ ഒരു ത്യാഗം, വല്ലാത്ത പരിശ്രമം. അല്ലാഹുവേ, പ്രവാസികൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ പടച്ചവനെ. അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹു. അവരുടെ കഷ്ടപ്പാടിന് പകരം നീ സ്വർഗം കൊടുക്കണേ തമ്പുരാനെ. ലോകാവസാനത്തിന്റെ അടയാളങ്ങളെല്ലാം വെച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോ ഏകദേശമായി. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ എന്ന് പറഞ്ഞാൽ നാളെ ഉണ്ടാവോ, അടുത്ത വർഷം ഉണ്ടാവോ, ഒന്നും ഞാൻ പറയുന്നില്ല. ദൃഷ്ടാന്തമാണ് ഈ പറഞ്ഞത്. ഇതെന്തായാലും നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു അടയാളം പറഞ്ഞ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചോ, നെറ്റിലൊക്കെ ഒന്ന് പരതി നോക്കിക്കോ. റമദാനിന്റെ ആദ്യത്തെ ദിവസം എന്തുണ്ടാകും? ചന്ദ്രഗ്രഹണം. അതേ റമദാനിന്റെ തന്നെ പിറ്റത്തെ അല്ല, അതേ റമദാനിന്റെ 15-ന് തന്നെ എന്തുണ്ടാവും? സൂര്യഗ്രഹണം ഉണ്ടാവും. ഇത് കഴിഞ്ഞാൽ ആര് വരും? ഇമാം മഹ്ദി വരുമെന്നാണ്. ഇമാം മഹ്ദി വരുമെന്ന് പറഞ്ഞാൽ ഇമാം മഹ്ദി ജനിച്ചു വീഴല്ല. ഞാൻ മുമ്പ് പള്ളിയിൽ നമ്മൾ അത് ഓരോ ഘട്ടം ഘട്ടമായിട്ട് ആഴ്ചകളോളം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇമാം മഹ്ദിക്ക് എത്ര വയസ്സായിരിക്കും എന്ന്? 40 വയസ്സായിരിക്കും. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇമാം മഹ്ദി റളിയല്ലാഹുവിന് ജനിച്ചിട്ടുണ്ടാകുമെന്നർത്ഥം. നേരത്തെ ജനിച്ചിട്ടുണ്ട്. 40 വയസ്സായി അദ്ദേഹം ഇമാം മഹ്ദിയാണെന്ന് കാബയുടെ പരിസരത്ത് വെച്ച് പ്രഖ്യാപിക്കുന്ന സമയമാണ് ഇത്. ശരിക്കും ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഞാൻ ഈ അടുത്തൊരു സഹോദരൻ എന്നെ ഒരു പേപ്പർ കാണിച്ചു. അതിൽപ്പെട്ടതാണ് 2029